നിർമ്മലേ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇന്ന് ജോലിക്ക് പോയില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്ത് പറ്റി? ഒരു ചെറിയ ഭയം. നിങ്ങൾ എന്നെ മനസ്സിലായില്ലേ? ഒരിക്കൽ ജനാലപ്പുഴത്തിലൂടെ എന്നെ ഒന്ന് കണ്ടു, പിന്നൊരിക്കൽ ഇരുട്ടിലൊന്ന് കണ്ടു. ഇപ്പോൾ വെളിച്ചത്തെ നല്ലവണ്ണം മനസ്സിലാകത്തക്ക വിധം കാണാനും പരിചയപ്പെടാനുമാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തൊരു ടേപ്പ് ഉണ്ടല്ലോ, അതെനിക്ക് വേണം. ഇല്ല, അത് ഞാൻ തരില്ല. നിങ്ങൾ തരും? നോ, നെവർ. ഇത് പൊട്ടിയാൽ ശബ്ദം കേൾക്കും, അയൽക്കാർ ഓടി വരും എന്നൊന്നും കരുതണ്ട. ഇത് സൗണ്ട്ലെസ് ആണ്. ദാ നോക്കൂ. അപ്പോ എന്താ സാറിന്റെ തീരുമാനം? ആ ടേപ്പ് അങ്ങോട്ട് കൊടുത്തേക്കോ. ഇല്ല, ഞാൻ കൊടുക്കില്ല. എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. നിങ്ങളെ മാത്രമായി കൊല്ലാൻ ഞാനൊരു വ്യക്തിയല്ല. ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ നെഞ്ചിൽ ഞാൻ നിറയൊഴിക്കും. അവർ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങളെ ഞാൻ കൊല്ലൂ. ഞാനാണ് പറയുന്നത്, ആ ടേപ്പ് എടുത്തു കൊടുത്തേക്കോ. അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. സൗകര്യം ഉണ്ടാക്കിയേ പറ്റൂ. എന്തു പറയുന്നു? ഒരു കൈ സ്വാധീനമില്ലാത്ത ആളല്ലേ, ബുദ്ധിമുട്ടുണ്ട്. മിസ്സിസ് രജിത് മേനോൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്യണം. ഇനിയും ചർച്ച ചെയ്ത് സമയം കളയണോ? എനിക്ക് അല്പം ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയം? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ബീനയെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരെയും തട്ടിക്കൊണ്ടുപോകും. നമുക്കിതേ കാണാം. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പുതിയ ഉദ്യോഗം അല്ലേ? ലക്ഷങ്ങൾ സമ്പാദിക്കാൻ നിങ്ങൾ കണ്ടെത്തിയ ജോലി ഇതായിരുന്നല്ലേ? നിർമ്മലേ, വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയേറെ തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്നലെ വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്നെ സ്നേഹിക്കാനോ തിരുത്താനോ ഈ ലോകത്ത് ആരും ഉണ്ടായിരുന്നില്ല. വീണ അടുത്തിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരാരോ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പോലെ എനിക്ക് തോന്നുന്നു. 6-7 വർഷമായി ഞാൻ ഹൃദയം തുറന്നെന്ന് സംസാരിച്ചിട്ട് ബാബുവിനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ എല്ലാ വേദനകളും മറന്നു പോകുന്നു. സത്യം പറഞ്ഞാൽ വീണയെ കണ്ട നാൾ മുതൽ എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നിയിരുന്നു. അത് തെറ്റാണെന്ന് വീണയ്ക്ക് തോന്നുന്നുണ്ട്.
പറ്റാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് ഉണ്ടായത്? ബാബു നമുക്കെതിരായി. ആ പെണ്ണിന്റെ തൊലിവെളുപ്പിൽ അവൻ മയങ്ങിക്കാണും. അങ്ങനെ മയങ്ങാൻ പാടില്ലല്ലോ. ഇനിയിപ്പോഴെന്ത് ചെയ്യും? ഒരാൾ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി തേപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും എന്നെ ഇതുവരെ അറിയിക്കാത്തത്? ചന്ദ്രനെ കാണാൻ ഇങ്ങോട്ട് പോന്നു കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. രാജേട്ടൻ വീട്ടിൽ നിന്ന് എന്നാ പോയത്? വെള്ളിയാഴ്ച. ആവശ്യമില്ലാത്ത ഈ എടാകുടത്തിൽ ചെന്ന് ചാടി വല്ല അപകടം പറ്റി കാണുമോന്ന് എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും വരില്ല. ചന്ദ്രൻ പറഞ്ഞ ജോലി സ്വീകരിച്ചിരുന്നെങ്കിൽ സമാധാനമായിട്ട് വീട്ടിൽ കഴിയാമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആളെ ഇന്ന് തന്നെ കയ്യിൽ കൊണ്ടേപ്പിച്ചേക്കാം. പോരെ? അത് മതി. എന്നാ പോയിക്കോളൂ. മീനെ, ഇനി ഇവിടെ കഴിയുന്നത് അപകടമാണ്. നിന്റെ ശവം കാണാൻ ഒരു പെൺപുലി തിടുക്കം കൂട്ടുന്നു. അതാരാ? ആയിഷു, പേടിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നീനൊരു കാര്യം ചെയ്യും, സാധനങ്ങളെല്ലാം എടുത്ത് കടൽ തീരത്തേക്ക് വന്നോളൂ. ഞാൻ ഒരു ബോട്ട് ഏർപ്പെടുത്തിട്ട് വരാം. വഴി തെറ്റിയോ? മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. നോക്കൂ, നമ്മൾ മാത്രം ഒരു തോണിയിൽ സഞ്ചരിക്കേണ്ടവരാണ്. മറ്റൊരാളെ അതിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവളൊരു പാവം അനാഥയായ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. ഈ ദയ എന്ന് മുതലുണ്ടായി? എന്താ കശാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഞാൻ അലിയെ ഏർപ്പാട് ചെയ്യാം. നമ്മൾ പല വിളക്കുകൾ ഊതിക്കെടുത്തി. ഇനി വയ്യ. ബാബു, ഒരമ്മയുടെ സ്നേഹം തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ അടുത്തെത്തിക്കുന്ന നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തോട്ടെ, പ്ലീസ്. നിൽക്കണേ. എങ്ങോട്ടാ? അറിഞ്ഞിട്ടെന്ത് വേണം?
ഭ്രാന്തുണ്ടോ? ഉണ്ട്. പട്ടാളത്തിൽ നിന്ന് കിട്ടിയതാ. ഒരുണ്ട കയറി. ഇത് മാറത്തില്ലടാ. അടുത്ത യുദ്ധം വന്നാലേ മാറത്തുള്ളൂ. ഈ താടി നിന്റെ സ്വന്തമാണോടാ? അല്ല, ഇമ്പോർട്ടാ. അപ്പൊ ഞാൻ നിന്നെ എക്സ്പോർട്ട് ചെയ്ത് തരാം. വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. ഓ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ സാറേ, കഥയുടെ ക്ലൈമാക്സ് മാറിപ്പോയെന്ന്. ആശാൻ എന്നോട് ക്ഷമിക്കണം. ആശാന്റെ അടുത്ത് നിന്നും അന്ന് ഒളിച്ചോടിപ്പോന്ന ഭാവമല്ല ഞാനിപ്പോ. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല.